ഏവർക്കും നമസ്കാരം. എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ തീവ്രമായ ഏതൊരാഗ്രഹവും സഫലമാകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ, പിണങ്ങിയ വ്യക്തികളെ തിരികെ കൊണ്ടുവരുവാൻ, ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ സ്വന്തമാക്കുവാൻ, ആഗ്രഹിക്കുന്ന ജോലി നേടാൻ, കരിയർ വളരാൻ, അസുഖങ്ങൾ സുഖപ്പെടുവാൻ, നല്ല ആരോഗ്യവാന്മാരായി ഇരിക്കുവാൻ, സമ്പന്നരാകുവാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ സ്വന്തമാക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പായും അറിയുമായിരിക്കുമല്ലോ. പക്ഷേ എവിടെ തുടങ്ങണം എന്നറിയാത്ത ചിലരെങ്കിലും ഉണ്ടാകും. പല രീതികളും പരിശ്രമിച്ചവരും ഉണ്ടാകും. നമുക്ക് നോക്കാം. ആകർഷണ നിയമം ഒരു പ്രപഞ്ച നിയമമാണ്. അത് നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാ ജീവജാലങ്ങളിലും നടക്കുന്നു എന്നതും ഒരു സത്യമാണ്. നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാം തന്നെ നമ്മൾ ആകർഷിച്ചെടുത്തതാണ്. പോസിറ്റീവായാലും നെഗറ്റീവായാലും. നെഗറ്റീവ് ചിന്തകളെ ആരും ആകർഷിക്കില്ലല്ലോ എന്നൊരു സംശയവും വന്നിട്ടുണ്ടാകും അല്ലേ? കോൺഷ്യസ്ലി ഒരാളും അങ്ങനെ ചെയ്യില്ല എങ്കിലും സബ് കോൺഷ്യസ്ലി അതെല്ലാം അട്രാക്റ്റ് ചെയ്തത് തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഒരേ ഫ്രീക്വൻസിയിലുള്ള അഥവാ അതേ സ്വഭാവമുള്ളവ ആകർഷിക്കുന്നു എന്നാണ്. എവിടേക്കാണോ നമ്മുടെ ചിന്തകളുടെ എനർജി ഫോക്കസ് ചെയ്യുന്നത് അവിടെ നമ്മുടെ ലൈഫ് ഡെവലപ്പ് ആകും. ഇത് വർക്കാകുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ബ്ലൂ കാർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം റോഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അതേ കാറുകളായിരിക്കും. എവിടെയാണോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവിടെ ഊർജം ആകർഷിക്കപ്പെടുന്നു. നമുക്ക് ചുറ്റുമുള്ള വ്യക്തികൾ, സാഹചര്യങ്ങൾ എന്നിവയെ ആകർഷിക്കപ്പെടാൻ അടിസ്ഥാനമായ നമ്മളിലെ സ്വഭാവം എങ്ങനെയാണ് അനലൈസ് ചെയ്യുക? നമ്മുടെ ഫ്രീക്വൻസിയെ തീരുമാനിക്കുന്ന പ്രധാന ഘടകങ്ങൾ നമ്മുടെ വിശ്വാസങ്ങൾ, അതിലൂടെ ഉടലെടുക്കുന്ന ചിന്തകൾ, ഇവയുടെ ഫലമായി ഉണ്ടാകുന്ന നമ്മളിലെ പ്രവൃത്തികൾ. ഇവ 3 ഘടകങ്ങളാണ്. ഒരാളിൽ പോസിറ്റീവായ ചിന്തകളാണ് ഉള്ളതെങ്കിൽ അയാളുടെ പ്രവൃത്തിയും ചിന്തയും ആകർഷിക്കുന്നതും എല്ലാം പോസിറ്റീവായ കാര്യങ്ങളായിരിക്കും. നെഗറ്റീവ് ചിന്തകളും പ്രവൃത്തിയും ഒക്കെയാണ് എങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ, ചിന്തകൾ, പ്രവൃത്തികൾ, അതിലൂടെ ആകർഷിക്കുന്നതെല്ലാം നെഗറ്റീവായിരിക്കും. സബ് കോൺഷ്യസിലെ അല്ലെങ്കിൽ പോലും നമ്മളിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുന്നതിന് കാരണം നമ്മൾ വളർന്ന സാഹചര്യം, ചുറ്റുപാട്, ആൾക്കാർ, കാഴ്ചകൾ, കേൾക്കുന്നവ ഇവയെല്ലാം തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് നമ്മളിൽ വിശ്വാസത്തിൻ്റെ രൂപവും അറിയണം. ഓരോ അനുഭവവും ഓരോ അറിവുകൾ തന്നെ. ഓരോ അനുഭവം നിരന്തരം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അറിവ് നമ്മളിൽ ഉറച്ച് ഓട്ടോ പൈലറ്റ് പ്രോഗ്രാമുകളായി മാറും. ഇതാണ് സബ് കോൺഷ്യസ് പ്രോഗ്രാമുകൾ എന്ന് ഫ്രൈഡിയൻ തത്വത്തിൽ വിളിക്കുന്നത്. ആധുനിക മനഃശാസ്ത്രത്തിൽ കണ്ടീഷൻ റിഫ്ലക്സുകൾ എന്നൊക്കെ പറയാം. മൈൻഡ് സെറ്റും വിശ്വാസവും രൂപീകരിക്കുന്ന പ്രധാന ഘടകം ഓട്ടോ പൈലറ്റ് പ്രോഗ്രാമുകൾ തന്നെ. ഒരു ഉദാഹരണം നോക്കിയാലോ? ഒരാൾ പല ബിസിനസ്സുകൾ ചെയ്ത് പരാജയപ്പെടുന്നു. വിദ്യാഭ്യാസമില്ലാത്ത ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു. അയാളിൽ പരാജയത്തിൻ്റെ വിശ്വാസം ഉറച്ചതിനാൽ അയാൾ ആ ബിസിനസ്സിൽ നിഷ്പ്രയാസം പരാജയപ്പെടുന്നു. അയാൾ വീണ്ടും വീണ്ടും നെഗറ്റിവിറ്റിയെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശ്വാസത്തെ തന്നെ നമുക്ക് 2ആയി തരംതിരിക്കാം. പോസിറ്റീവ് അബണ്ടന്റ് ബിലീഫ് സിസ്റ്റം എന്നും നെഗറ്റീവ് ബ്ലോക്ക്ഡ് ബിലീഫ് സിസ്റ്റം എന്നും. നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞ വ്യക്തിയുടെ വിശ്വാസം നെഗറ്റീവ് ബ്ലോക്കുകളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ നെഗറ്റീവ് ബ്ലോക്കുകൾ എല്ലാം തന്നെ ഹീൽ ചെയ്ത് അയാൾ തീവ്രമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാനുള്ള അവസരങ്ങൾ അയാൾ ആകർഷിക്കാൻ കഴിയും. താങ്കളുടെ ലക്ഷ്യത്തിൻ്റെ ഫ്രീക്വൻസിയിലെത്തിയാൽ അഥവാ പോസിറ്റീവ് ബിലീവിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് എത്തിയാൽ എല്ലാം തന്നെ ആകർഷിക്കാൻ തുടങ്ങുന്നു. അതിനുടങ്ങുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ എല്ലാം യൂണിവേഴ്സ് ഒരുക്കിത്തരുന്നു. ലക്ഷ്യത്തിലേക്ക് എളുപ്പത്തിൽ എത്താനും സാധിക്കുന്നു. ഈ ചെറിയൊരു വിവരണത്തിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി തരാൻ കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഏവർക്കും നന്ദി.